നമസ്കാരം. ഇതിഹാസവാചാലി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാമിത്രനും ലക്ഷ്മണനും രാമനും കൂടി പോവുകയാണ് മിഥില രാജ്യത്തേക്ക്. അങ്ങനെ വിശ്വാമിത്രൻ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് രാമലക്ഷ്മണന്മാർക്ക്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പൂർവികരായ ആൾക്കാരുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊരു പൂർവികനായ സഗര രാജാവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. സഗര രാജാവിന് 2 ഭാര്യമാരാണ്, കേശിനിയും സുമതിയും. ഇവർ 3 പേരും 100 വർഷം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് 100 വർഷം കഴിഞ്ഞപ്പോൾ മഹർഷി ഭൃഗു ഇവരെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചിട്ട് പറയാണ്, ഒരു ഭാര്യയ്ക്ക് ഒരാൺകുട്ടി ജനിക്കും. ഈ ആൺകുട്ടിയിലൂടെ ആയിരിക്കും വംശം നിലനിൽക്കാൻ പോകുന്നത്. മറ്റേ ഭാര്യ 60,000 ആൺകുട്ടികളെ പ്രസവിക്കും. അതെല്ലാം കേമന്മാരായിട്ടുള്ള ആൺകുട്ടികളുമായിരിക്കും. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഭൃഗു പോവാണ്. അപ്പോൾ കേശിനി പറയും, എനിക്ക് ഒരു ആൺകുഞ്ഞ് മതി, വംശം നിലനിർത്തുന്ന ആൺകുട്ടി ഒരാൾ മതി എനിക്ക്. സുമതി പറയും, സുമതിക്ക് 60,000 ആൺകുട്ടികൾ വേണമെന്ന് പറയും. അങ്ങനെ സുമതിയുടെ 60,000 ആൺകുട്ടികളെ 60,000 കുടങ്ങളിലാക്കി നെയ്യൊഴിച്ച് അടച്ചു വെക്കുകയാണ്. കേശിനി ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ആരോഗ്യവാന്മാരായി 60,000 കുഞ്ഞുങ്ങളും വരും. കേശിനി നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. കേശിനിയുടെ പുത്രൻ അസമഞ്ജൻ വലുതായി. മഹാദുഷ്ടനായിരുന്നു അസമഞ്ജൻ. എല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു, നാട്ടുകാരെ ഉപദ്രവിക്കുമായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് സരയൂ നദിയിലേക്ക് എറിയുമായിരുന്നു. അങ്ങനെ അയാളുടെ ദ്രോഹവും ദുഷ്ടതരവും സഹിക്കാൻ വയ്യാതെ സ്വന്തം അച്ഛൻ സഗര മഹാരാജാവ് അസമഞ്ജനെ നാട് കടത്തുകയാണ്, ഭ്രഷ്ട് കൽപ്പിച്ച് നാട് കടത്തുകയാണ്. പക്ഷേ അസമഞ്ജന് ഒരു പുത്രനുണ്ടായിരുന്നു, പേര് അംശുമാൻ. അത് സഗര മഹാരാജാവിനെ പോലെ തന്നെ കേമനായിരുന്നു ആ മകൻ. അംശുമാന്റെ പുത്രന്മാരാണ് പിന്നീട് ഈ വംശം തുടർന്നത്. അങ്ങനെ ഒരിക്കൽ സഗര മഹാരാജാവ് അശ്വമേധയാഗം നടത്തുകയാണ്. അപ്പോൾ കുതിരയെ കാണാണ്ടായി. അശ്വമേധയാഗത്തിന് കുതിര പ്രധാനമാണല്ലോ. കുതിരയെ കാണാണ്ടായി. വേഗം അദ്ദേഹം തൻ്റെ 60,000 മക്കളോട് പറയാണ്, പോയി ഭൂമിയിൽ എവിടെയാണെങ്കിലും പോയി ആ കുതിരയെ കണ്ടുപിടിച്ചുകൊണ്ടിരാൻ പറയാണ്. അപ്പൊ ഇവരറിയുന്നില്ല ഇന്ദ്രദേവനാണ് ശരിക്കും ഈ കുതിരയെ ഒളിപ്പിച്ചതെന്ന്. മോഷ്ടിച്ചുകൊണ്ട് പോയി ഇന്ദ്രദേവൻ. ഇങ്ങനെ 60,000 പേരും ഭൂമി മുഴുവൻ തിരയുകയാണ്. അത് ഭൂമിയെ നശിപ്പിക്കുകയാണ് അവര്. എല്ലാ രീതിയിലും കുത്തിപ്പൊളിച്ചും കുഴിച്ചും ഒക്കെ ഭൂമിയെ വേദനിപ്പിച്ചാണ് ഇവർ നോക്കുന്നത്. ഇവര് പാതാളത്തിലേക്ക് പോയി നാഗങ്ങളെ കൊല്ലാൻ തുടങ്ങി, എല്ലാ ജീവജാലങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവരുടെ വഴിയിൽ ആര് തടസ്സമായിട്ട് നിൽക്കുന്നോ അവരെയൊക്കെ ഇവർ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് കാരണം ദേവന്മാർക്കും മറ്റുള്ള ദേവതകൾക്കും ഒരു ജീവികൾക്കും ജീവിക്കാൻ പറ്റാതായി കഴിഞ്ഞു. ഇവര് ചെന്ന് ബ്രഹ്മാവിനെ കാണാണ്. ബ്രഹ്മാവിനോട് വിഷമം പറയാണ്, ഇങ്ങനെ സഗരന്റെ മക്കൾ ഞങ്ങളെ ശല്യപ്പെടുത്തുകയാണെന്ന് പറയാണ്. അപ്പൊ ബ്രഹ്മാവ് പറയും, വിഷമിക്കണ്ട, വസുധ അതായത് ഭൂമി ദേവി മഹാവിഷ്ണുവിന്റെ ഭാര്യയാണ്, അദ്ദേഹം നോക്കിക്കോളും എല്ലാം എന്ന് പറയാണ്. അങ്ങനെ ഈ 60,000 പേരും രസത്തലത്തിലെത്തുകയാണ്. അതായത് ഭൂമിയുടെ താഴേക്കും 7 ലോകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 6ാമത്തെ ലോകമാണ് രസത്തലം. ഇവർ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഭൂമിയെ പൊക്കി നിർത്തുന്നത് 4 ആനകളുടെ മസ്തകത്തിലായിട്ടാണ്. അപ്പോൾ അതിൽ കിഴക്ക് ഭാഗത്ത് വിരൂപാക്ഷൻ, തെക്ക് ഭാഗത്ത് മഹാപത്മൻ, പടിഞ്ഞാറ് ഭാഗത്ത് സൗമനസൻ, വടക്ക് ഭാഗത്ത് ഭദ്രൻ. അങ്ങനെ ഈ 4 ആനകൾ പൊക്കി നിർത്തിയേക്കാണ് അവിടെ രസത്തലത്തിൽ ഭൂമിയെ. അപ്പൊ ഈ 60,000 പേര് ചെന്ന് ഈ ആനകളെ തൊഴുകയാണ്, അവർക്ക് വലം വെക്കുകയാണ്. ഈ ആനകളോട് അവർ ചോദിക്കുകയാണ്, ആ കുതിരയെ കണ്ടു. അപ്പൊ ഈ ആനകൾ പറയും കണ്ടില്ല എന്ന് പറയും. പക്ഷെ എന്നിട്ട് അവരവിടെയും കുത്തിപ്പൊളിക്കാൻ തുടങ്ങുകയാണ്, കുഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവരുടെ കുതിര അവിടെ കാണും, അശ്വമേധയാഗത്തിന്റെ കുതിര. നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു മുനി നിൽക്കുന്നു, കപില മുനി. ഇവര് വേഗം മുനിയെടുത്ത് ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ്, എന്തിനാ ഞങ്ങളുടെ കുതിരയെ മോഷിച്ചുള്ള രീതിയിൽ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മഹാവിഷ്ണുവാണ് കപിലമുനിയുടെ വേഷം കെട്ടി വന്നത്. മഹാവിഷ്ണു ദേഷ്യം വന്ന് ഇവരെ ഭസ്മമാക്കുകയാണ്. കാരണം ഇവർ ഭൂമിക്ക് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. ഭഗവാന്റെ ഭാര്യയാണ് ഭൂമിദേവി, എല്ലാ ജീവജാലങ്ങളെയും ഉപദ്രവിച്ചു. ഈ 60,000 പേരും ഭസ്മാവുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഇവരെ കാണാതായി കഴിഞ്ഞപ്പോൾ സഗര മഹാരാജാവ് അംശുമാനെ അയക്കുകയാണ് ഇവരെ അന്വേഷിക്കാൻ. അംശുമാൻ നേരെ രസത്തലത്തിൽ ചെല്ലുകയാണ്. രസത്തലത്തിൽ ചെന്ന് ഈ ആനകളെ കണ്ട് തൊഴുകയാണ്. തൊഴുത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ കിടക്കുന്നു എൻ്റെ ചെറിയച്ഛന്മാർ, അവർ ഭസ്മമായി കിടക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വേഗം എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാണ്ടായി. കാരണം ഇത്രയും പേര് മരിച്ചു, ഇവർക്ക് മോക്ഷം കിട്ടില്ല, ഇവരവിടെ ഗതി കെട്ടാതെ നിൽക്കുക എന്നുള്ളത് അംശുമാന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഗരുഡൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ ചെയ്യണ്ടേ, എൻ്റെ ചെറിയച്ഛന്മാരിങ്ങനെ നിൽക്കുകയല്ലേ, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഗരുഡൻ പറയാണ്, ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ.
ഗംഗ ഇവിടെ ഒന്ന് വന്ന് സ്പർശിച്ചാൽ മതി, ഇവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടും, ഈ ലോകത്തിനും പുണ്യം കിട്ടും. അപ്പോൾ ഗംഗയെ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പം ഗരുഡനോട് നന്ദി പറഞ്ഞിട്ട് ആ കുതിരയും കൊണ്ട് അംശുമാൻ തിരിച്ച് അയോധ്യയിലേക്ക് പോവുകയാണ്. അങ്ങനെ അശ്വമേധയാഗം നടത്തി. അംശുമാനും മകൻ ദിലീപൻ ഉണ്ടായി. ഇവർ രണ്ടുപേരും നോക്കി ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ, നടന്നില്ല. അവസാനം ദിലീപന്റെ മകനായ ഭഗീരഥൻ തീരുമാനിക്കുകയാണ്, ഞാൻ എന്തായാലും ഗംഗയെ കൊണ്ടുവരും. കാരണം എൻ്റെ പൂർവികര്, എൻ്റെ കാരണവന്മാര് കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഗതി കിട്ടാതെ അലയുകയാണ്. അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടണം, അതുകൊണ്ട് ഞാൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങുകയാണ്. അപ്പോൾ തൻ്റെ മന്ത്രിമാരെ ഏൽപ്പിക്കുകയാണ് രാജ്യം നോക്കിക്കോളാൻ. കാരണം ഭഗീരഥൻ വിവാഹം കഴിച്ചിട്ടുള്ള കുട്ടികളുമില്ല. അപ്പോൾ ഭഗീരഥൻ പോയി ചെന്ന് തപസ്സിരിക്കുകയാണ് ഭഗീരഥൻ. വർഷങ്ങളോളം തപസ്സിരുന്നു കഴിഞ്ഞ് അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിനോട് പറയുകയാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറയും, ശരി അങ്ങനെ ആവട്ടെ, പക്ഷേ ഇതിനൊക്കെ സഹായിക്കണമെങ്കിൽ ശിവൻ വേണം, പരമശിവൻ വിചാരിച്ചാലേ ഗംഗയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും ഭഗീരഥൻ തപസ്സിരിക്കുകയാണ്, പരമശിവനെ മനസ്സിൽ വിചാരിച്ച് തപസ്സിരിക്കുകയാണ്. അങ്ങനെ കുറേ നാൾ തപസ്സിരുന്നു കഴിഞ്ഞ് അവസാനം പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞങ്ങൾക്ക് ഭൂമിയിലുള്ളവർക്ക് ഗംഗ ഭൂമിയിലേക്ക് വരണം, എനിക്ക് എന്തായാലും വരണം, കാരണം എൻ്റെ കാരണവന്മാർക്ക് പുണ്യം കിട്ടണം, മോക്ഷം കിട്ടണം. അപ്പോൾ അതിന് ഗംഗയെ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പം പരമശിവൻ പറയും ഗംഗയെ കൊണ്ടുവരാം, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഗംഗ വല്ലാതെ ശക്തിയിൽ ഒഴുകുന്ന ഒരു നദിയാണ്. അതങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാകും ഭൂമിയിലുള്ളവർക്ക്. അപ്പോൾ പരമശിവൻ പറയും എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗയെ കൊണ്ടുവരാൻ തീരുമാനിക്കണം. അപ്പോൾ ഗംഗയ്ക്ക് നല്ല അഹങ്കാരമായിട്ടിരിക്കുകയാണ്, ഗംഗ അതിശക്തിമതിയാണ് എന്ന് ഗംഗയ്ക്ക് അറിയാം. അപ്പോൾ ഗംഗ വിചാരിക്കുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് പോകണമെങ്കിൽ പരമശിവനെയും കൊണ്ട് പോവാം, അവിടെ കൊണ്ടുപോയി പരമശിവനെ അവിടെ കൊണ്ടുപോയി തള്ളിയിടാമെന്ന് വിചാരിക്കുകയാണ്. അവനോൻ വലിയ ആളാന്നൊരു വിചാരം ഗംഗയ്ക്കുണ്ട്. അപ്പോൾ ദേഷ്യം വരും ഭഗവാന്, കാരണം ഗംഗ എന്താ ഉദ്ദേശിക്കുന്നുള്ള ഭഗവാന് മനസ്സിലാവുകയാണ്. ഭഗവാൻ ദേഷ്യം വന്ന് ഗംഗയെ തൻ്റെ ജടയിൽ പിടിച്ച് കെട്ടുകയാണ്. എന്ത് ചെയ്തിട്ടും ഗംഗയ്ക്ക് ഒരു വിധത്തിലും ഭഗവാന്റെ ജടയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അവിടെ പെട്ടുപോയി ഗംഗ. അപ്പോൾ വീണ്ടും ഭഗീരഥൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്തൊക്കെയായാലും ദേഷ്യം മറന്ന് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കുറേ വർഷങ്ങൾ. അവസാനം ഭഗവാന്റെ മനസ്സലിഞ്ഞ് ഭഗവാൻ ഗംഗയെ തൻ്റെ ജടയിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ ജട കുറച്ചൊന്ന് അഴിച്ചിട്ട് ഗംഗയെ പതുക്കെ പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ ഭഗവാന്റെ തലയിൽ നിന്നാണ് ഗംഗ വരുന്നത്. ഗംഗ വന്ന് പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഭഗീരഥന്റെ പുറകെ വരികയാണ്. ഭഗീരഥൻ പോകുന്ന വഴിക്കൊക്കെ ഗംഗ വരികയാണ്. അങ്ങനെ ഗംഗ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാ മഹർഷിമാരും ആളുകളും ഗംഗയിൽ ചെന്ന് തൊടുകയാണ്. ഗംഗയിൽ കുളിക്കാൻ തുടങ്ങി എല്ലാവരും, കാരണം അവരുടെ എല്ലാ പാപങ്ങളും മാഞ്ഞു പോകും എന്നുള്ളതാണ് അതോടെ. അങ്ങനെ ഇങ്ങനെ ഭഗീരഥന്റെ പുറകെ ഗംഗ വരികയാണ്. അങ്ങനെ കുറേ ദൂരം എത്തിക്കഴിയുമ്പോൾ ജാഹ്നു മഹർഷി ഒരു യാഗം നടത്തുകയായിരുന്നു. അങ്ങനെ ഗംഗ ഈ വരുന്ന വരവിന്റെ ശക്തി കാരണം ഈ യാഗം നടത്തിയിരുന്ന എല്ലാം അതിൻ്റെ കൂടെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ജാഹ്നു മഹർഷിക്ക് ദേഷ്യം വരും, എൻ്റെ യാഗം മാത്രം മുടക്കാറായോ ഇവർക്ക് ഇത്ര അഹങ്കാരമോ എന്ന് ചോദിച്ച് വേഗം ഗംഗയെ മുഴുവൻ കുടിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ദേവന്മാരെല്ലാവരും ചെന്ന് കരഞ്ഞ് കാല് പിടിക്കുകയാണ് ജാഹ്നു മഹർഷി എടുത്ത്, ഗംഗയെ ദൈവത്തെ ഓർത്ത് പുറത്തേക്ക് വിടണം, കാരണം ലോകത്തിന് ഗംഗ ആവശ്യമാണ്. അപ്പോൾ ജാഹ്നു മഹർഷി അവസാനം ശരിയെന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ചെവിയിൽ കൂടി വിടുകയാണ് ഗംഗയെ. അപ്പോൾ ഗംഗയ്ക്ക് അങ്ങനെ ഒരു പേര് വരും, ജാൻഹി. ഇത് ജാഹ്നു മഹർഷിയുടെ ദേഹത്തു നിന്ന് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രിയായി മാറി, അതുകൊണ്ടാണ് ജാൻഹി എന്നൊരു പേരും ഗംഗയ്ക്കുണ്ട്. അങ്ങനെ ഗംഗയെ ഭഗീരഥൻ രസതലത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ താഴെ രസതലത്ത് എത്തി ആ ചാരം മുഴുവൻ ഗംഗയിൽ ഒലിച്ചു പോവുകയാണ്. അങ്ങനെ ഭഗീരഥന്റെ കാരണവന്മാർക്ക് 60,000 പേർക്ക് മോക്ഷം ലഭിക്കുകയാണ്. അങ്ങനെ ഭഗീരഥയാണ് ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവന്നത്. അപ്പോൾ ഭഗീരഥന്റെ ആദ്യത്തെ മകളായി മാറി ഗംഗ. അങ്ങനെയാണ് ഗംഗയ്ക്ക് ഭാഗീരഥി എന്നുള്ള പേരും വന്നത്. അപ്പോൾ ഇതാണ് ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും പൂർവികരുടെ ഒരു കഥ എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ വീണ്ടും നടന്നു പോവുകയാണ്. നടന്ന് കുറച്ച് ദൂരം എത്തി വിശല രാജ്യം എന്ന് പറഞ്ഞ രാജ്യം എത്തുകയാണ്. വിശലൻ എന്ന് പറഞ്ഞ രാജാവ് സ്ഥാപിച്ചതാണ് രാജ്യം. അങ്ങനെ അവിടുത്തെ രാജാവ് സുമതി അവരെ വരവേൽക്കുകയാണ്. അവരവിടെ തങ്ങുകയാണ്. അതിന് പിറ്റേ ദിവസം അവർ വീണ്ടും പോവുകയാണ്. പോയി കുറച്ച് ദൂരം എത്തുമ്പോൾ രാമലക്ഷ്മണന്മാർ ഒരു ആശ്രമം കാണും. അപ്പോൾ അതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറയാം, അത് ഗൗതമ മഹർഷിയുടെയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹല്യയും കൂടിയാണ് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഗൗതമ മഹർഷി അഹല്യയും കൂടി അവിടെ താമസിച്ചിരുന്നു. അഹല്യ എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിരുന്നു. എല്ലാവർക്കും അഹല്യയെ കാണുമ്പോൾ താല്പര്യമായിരുന്നു. പക്ഷെ അഹല്യ പതിവ്രതയാണ്, അതായത് തൻ്റെ ഭർത്താവിനോട് മാത്രമേ അഹല്യയ്ക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഇന്ദ്രന് അഹല്യയോട് വല്ലാത്ത താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം സന്ധ്യാവന്ദനം കഴിക്കാൻ വേണ്ടിയിട്ട്
ഗൗതമ മഹർഷി പുറത്തു പോകുന്ന സമയത്ത് ഇന്ദ്രൻ വേഷം മാറി വരികയാണ് ഗൗതമ മഹർഷിയായിട്ട്. അപ്പോൾ അഹല്യയ്ക്ക് മനസ്സിലാവുന്നില്ല തൻ്റെ ഭർത്താവല്ല എന്നുള്ളത്. എന്നിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഇത് തിരിച്ച് ഗൗതമ മഹർഷി എത്തുമ്പോൾ ഇത് കാണുകയാണ്. ഗൗതമ മഹർഷിക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഇന്ദ്രനെ ശപിച്ചിട്ട് അഹല്യയെ ശപിക്കുകയാണ്, നീ കല്ലായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങളോളം അഹല്യ അവിടെ കല്ലായിട്ട് കിടക്കുകയാണ്. ഗൗതമ മഹർഷി പോവുകയും ചെയ്യും ദേഷ്യം കാരണം. അപ്പോൾ ഇവർ ആശ്രമത്തിൻ്റെ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ രാമൻ ഒരു കല്ല് അറിയാണ്ട് ചവിട്ടുകയാണ്. ചവിട്ടിക്കഴിയുമ്പോൾ ഈ കല്ല് സുന്ദരിയായിട്ടൊരു സ്ത്രീയായി മാറുകയാണ്, അഹല്യയായിട്ട് മാറുകയാണ്. അപ്പം അങ്ങ് കാരണമാണ് എനിക്ക് മോക്ഷം കിട്ടിയതെന്ന് പറഞ്ഞ് അഹല്യ തൊഴുത് വെക്കുകയാണ്. അഹല്യയ്ക്ക് മോക്ഷം കിട്ടിക്കഴിയുമ്പോഴേക്കും ഗൗതമ മഹർഷി അവിടെ എത്തുകയാണ്. ഗൗതമ മഹർഷിക്ക് സമാധാനമായി, അഹല്യ തിരിച്ചു വന്നു എന്നുള്ളത്. കാരണം അന്ന് ശപിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മഹാവിഷ്ണുവിൻ്റെ അവതാരം രാമന് മാത്രമേ നിനക്ക് മോക്ഷം തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്. എന്നിട്ട് വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും കൂടി വീണ്ടും പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.